ലോകത്തിൽ താനീ വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അതിപരിശുദ്ധരായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക ചെയ്ത പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്നാന ശുശ്രൂഷകളെ കടവിലേക്ക് കടന്നു വരുവാൻ സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവങ്ങളെ ഞങ്ങളോട് കാണിച്ച എല്ലാ കരുണയ്ക്കായിട്ട് സ്തോത്രം. കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ കർത്താവ് എന്ന് അറിയുവാൻ, രക്ഷകനും വീണ്ടെടുപ്പുകാരനെന്ന് പറയുവാൻ, അവനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ച് ദൈവമക്കളായി ജീവിപ്പാൻ, കർത്താവിന്റെ വചനം പഠിച്ച് കർത്താവിനോട് ചേരുവാൻ, സ്നാനമെടുക്കുവാൻ തക്കോണം അവരെ സാക്ഷ്യം പറയുവാൻ ഇടയായതോ സ്തുതിക്കുന്നു. ദൈവം അവരോട് കാണിച്ച എല്ലാ നന്മകൾക്കായിട്ട് സ്തുതിക്കുന്നു. ദൈവത്തെ അറിയുന്നു മുഖാന്തരം ദൈവം അവർക്ക് എല്ലാ നന്മകളും കൊടുക്കുന്നു. കർത്താവെ, കർത്തദാസനെ ശുശ്രൂഷ നടത്തുവാൻ നീ ഒരുക്കി ആത്മാവ് നിറച്ച് ഞങ്ങളുടെ മധ്യ കൂട്ടി വരുത്തിയല്ലോ. ആ പ്രിയ കർത്തദാസനെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സ്ഥാനപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയില് അവരെടുക്കുന്ന തീരുമാനങ്ങളോട് ജീവിതാന്ത്യം വരെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാനും നിർവഹിക്കുവാനും നീ സഹായിക്കണം. ശുശ്രൂഷയെ അവിടെ ആദരിക്കണമേ, തിരുനാമം മഹത്വമെടുക്കണമേ. ഈ ശുശ്രൂഷ തികച്ച കർത്താവെ അവരുടെ ജീവിതം മുഴുവൻ കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന്റെ സാക്ഷികളായി ജീവിപ്പാൻ, കർത്താവിനോട് ചേർന്ന് മരിച്ചടക്കപ്പെട്ട കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തുവത്തിൽ ജീവിക്കുന്ന ആ തീരുമാനത്തോടെ ഉറപ്പോടെ അവരുടെ ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ സാക്ഷ്യമുള്ളതായിരിക്കാൻ സഹായിക്കണം. ശുശ്രൂഷ മുഖത്തെടുക്കണം പ്രാർത്ഥന കർത്താവിനോട് സ്തോത്രം. കർത്താവിന്റെ രക്ഷിതാവുമായ ക്രിസ്തുവിന്റെ വലിയ നമുക്ക് തന്നെ കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ പ്രഭാതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം രാവിലെ നമുക്ക് ഈ പ്രത്യേകമായ സ്നാന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ ജലാശയത്തിന്റെ സമീപത്തേക്ക് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ 4 പ്രിയപ്പെട്ടവര് ഇന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുകയാണ്. ഓരോ സമയങ്ങളിൽ അവർ കർത്താവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവമക്കൾ ആയി തീർന്നു. ആ നിലയിൽ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കാനായിട്ട് അവർ പ്രതിജ്ഞാബദ്ധരായി സഭയിൽ സാക്ഷ്യം പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടെ ഈ ജലാശയത്തിന്റെ സമീപത്ത് നിൽക്കുകയാണല്ലോ. ഈ സമയത്ത് അവരെ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവങ്ങളിൽ ക്ഷമേൽപ്പിക്കുകയും സഭ ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ശുശ്രൂഷ നടത്തിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ സമയം സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശുവിനോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്
സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോടും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യനിയോഗമാണ് അപ്പോസ്തലന്മാർക്ക് നൽകിയത് നാം ഇവിടെ വായിച്ചു കേട്ടത്. ആ നിലയിൽ ഇന്ന് ഈ കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായിട്ട് ദൈവസഭ ഈ മനോഹരമായ ശുശ്രൂഷ നിവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോസ്തലന്മാരാൽ ആരംഭിച്ച് അത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അഭംഗുരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തികച്ചും അപ്പോസ്തോലിക പ്രമാണം അനുസരിച്ചാണ് നാം ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ കൽപ്പനയാണ്. അതുപോലെ തന്നെ അപ്പോസ്തോലിക മാതൃകയും അല്ലെങ്കിൽ ആ പാരമ്പര്യവും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ആ നിലയിൽ ഈ പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുമ്പോൾ ദൈവം എല്ലാവിധ നന്മകളും നൽകട്ടെ. നാം ഓർത്തതുപോലെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ രാജാവായ യേശുക്രിസ്തുവിന്റെ കൽപ്പന എന്നുള്ള നിലയിൽ അത് എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് വരുവാനുള്ള വലിയ ന്യായവിധിയിൽ നിന്ന് വിടുതൽ ലഭിച്ച ഏതൊരു വ്യക്തിയും കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിച്ച് മതിയാകും. ആകയാൽ ഈ ഭാഗത്ത് 3 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്നാനത്തിന്റെ ആധികാരികത എന്ന് പറയുന്നത് മസിഹ രാജാവിന്റെ അധികാരത്തിൽ നിന്നാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നാം തികച്ചും ദൈവവചന പ്രകാരവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരവും അതുപോലെ നാം ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് മെസ്സിഹയുടെ രാജകീയമായ അധികാരം നമുക്കിവിടെ കാണുവാൻ കഴിയും. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ ഒരു ചക്രവർത്തിയെ രാജാവിനെ നമുക്ക് ഭൂലോകത്തിൽ കാണുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവിന് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും അധികാരം ലഭിച്ച മെസ്സിഹയാണ്. അപ്പോൾ മെസ്സിഹയുടെ രാജകീയ അവകാശത്തിൽ അധികാരത്തിലാണ് നാം ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുവാൻ കഴിയട്ടെ. രണ്ടാമത്തെ കാര്യം, മെസ്സിഹയുടെ രാജകീയ വാക്തത്വം നമുക്കിവിടെയുണ്ട്. അതുപോലെ തന്നെ മെസ്സിഹയുടെ ആ രാജകീയമായ ആ സാന്നിധ്യവും നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അത് നമുക്കിവിടെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നത് ആ വാക്തത്വം എന്നുള്ളത് ഞാനോ ലോകാവസാനത്തോടും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ലോകാവസാനം എന്ന് പറയുന്നത് സഭായുഗത്തിന്റെ അവസാനം വരെ. അപ്പോൾ സഭായുഗത്തിന്റെ അവസാനം വരെ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കിവിടെ അനുഭവിക്കുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവ് ശുശ്രൂഷയോട് കൂടെയുണ്ട്. സ്വർഗം ആദരിക്കുന്ന ശുശ്രൂഷയാണ് എന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ കഴിയട്ടെ. അങ്ങനെ വളരെ മനോഹരമായ നിലയിൽ ഈ അന്ത്യകൽപ്പനയിൽ യേശുക്രിസ്തുവിന്റെ അന്ത്യനിയോഗത്തിൽ ഈ കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ ധൈര്യത്തോടും ആ വലിയ ഉറപ്പോടും കൂടെ നാം തികച്ചും ദൈവവചന പ്രകാരമാണ് ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടെ നമുക്കത് സാധിക്കട്ടെ. ഈ പ്രിയ 4 പേരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവരെ മാനിക്കട്ടെ. തീർച്ചയായിട്ടും അവരുടെ ഭാവി ദൈവം അനുഗ്രഹിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞ ഒരുവനായ ദൈവം ആണ് ഈ കൽപ്പന ഏർപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ പരസ്യമായി ഈ സാക്ഷ്യം വഹിച്ച് ജീവന്റെ പുതുക്കത്തിൽ പരികാലങ്ങളിൽ നടന്ന് കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ സർവകൃപാലുവായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള സോദരരേ യേശുവിൻ സ്നേഹമുള്ള സോദരരേ കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലങ്ങൾ കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലങ്ങൾ പരിശുദ്ധാത്മയെ നമുക്ക് ഞങ്ങൾ സ്ഥാനം കൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ക്രിസ്തുലയോട് ചോദിക്കുന്നു, 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലിരുന്ന ദൈവപുത്രൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന്
മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി പ്രിസ്കില്ല വിശ്വസിക്കുന്നവർ, യേശു ദൈവപുത്രനെന്ന് പ്രിസ്കില്ല വിശ്വസിക്കുന്നവർ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് പ്രിസ്കില്ല വിശ്വസിക്കുന്നവർ, നിന്റെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും അടിസ്ഥാനത്തിലും യേശുക്രിസ്തുവിന്റെ കൽപ്പന എന്നുള്ള നിലയിലും അപ്പോസ്തോലിക മാതൃക അനുസരിച്ചും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ വെള്ളത്തിൽ മുക്കി പ്രിസ്കില്ലയെ സ്നാനപ്പെടുത്തുന്നു. സ്വർഗീയപിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും മനുഷ്യരുപകാരമായ കർത്താവായ യേശുക്രിസ്തുവിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, രാവിലെ സമയം സഭയായി ഞങ്ങൾക്ക് കടന്നുവന്ന് അവിടുത്തെ കൽപ്പനയെ പ്രമാണിക്കുവാൻ തക്കവണ്ണം കുറിക്കായിട്ട് സ്തോത്രം. അവയാണ് നിങ്ങളുടെ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ അടിയുണ്ടായി പാലനയായിട്ടുള്ള സ്തോത്രം. കർത്താവെ, അവിടുന്ന് അവർക്ക് കൊടുത്ത വിശ്വാസത്തിനായിട്ടാണ് നിങ്ങളെ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. മക്കളെ കർത്താവ് കരുതുകയും അവിടുന്ന് പരിപാലിക്കുകയും ചെയ്യുന്ന വിവരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൽപ്പനയെ ഈ കൂടിയിൽ വെച്ച് അനുസരിച്ച് സാക്ഷ്യമുള്ളവരായി ജനത്തിലേക്ക് വിശ്വാസത്തിൽ മുമ്പോട്ട് സാക്ഷ്യത്തോടുകൂടി ജീവിക്കാൻ തക്കുന്നു. കർത്താവിനെ ബലപ്പെടുത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ കൃപ, അവിടുത്തെ സാന്നിധ്യം കൂടെ ഉള്ളതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞാനപ്പെടുന്ന പ്രിയ മോളെ പ്രകടനം ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ സ്വാമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഞാൻ ആൽവിനായോട് ചോദിക്കുന്നു, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ആൽവിന വിശ്വസിക്കുന്നവർ, യേശു ദൈവപുത്രനെന്ന് ആൽവിന വിശ്വസിക്കുന്നവർ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് ആൽവിന വിശ്വസിക്കുന്നവർ, നിന്റെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും അടിസ്ഥാനത്തിലും യേശുക്രിസ്തുവിന്റെ കൽപ്പന എന്നുള്ള നിലയിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ആൽവിനായ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു. ഈ രാവിലെ സമയത്തിനാണ് കടന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തി ഓർമ്മിക്കാത്ത നിങ്ങളുടെ സാക്ഷോട്ട് ബന്ധത്തിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ ഇടയായി ഓർമ്മിക്കാത്ത ലോകത്ത് കർത്താവിനെ പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പ്രസാദം വല്ലാത്തൊരു തലമുറയുടെ നന്മയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ മക്കളായി തീരുവാനും ആദ്യത്തിനായിട്ട് അവരുടെ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്നു. കർത്താവിനെ അറിയുവാൻ അവിടെ ഭാഗ്യം കൊടുത്തല്ലോ. സ്നാനത്തോടുള്ള ബന്ധത്തിൽ കടന്നല്ലോ. തീരുമാനങ്ങളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. കാലെടുത്ത കർത്താവ് തീരുമാനം ജീവിതാന്ത്യത്തോളം കർത്താവിനെ നിലനിർത്തി പോകാൻ ബലപ്പെടുത്തണം. സൂക്ഷിക്കുന്ന ദാസനെ അവിടെ ബലപ്പെടുത്തണം. തൃക്കരങ്ങൾ സമസ്ത കാര്യങ്ങൾ തരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ബെഞ്ചമിനോട് ചോദിക്കുന്നു, 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലിരുന്ന ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി
കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ഈ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ബെഞ്ചമിൻ വിശ്വസിക്കുന്നവർ, യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവർ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ, നിന്റെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിലും യേശു ക്രിസ്തുവിന്റെ കൽപ്പന എന്നുള്ള നിലയിലും അപ്പോസ്തോലിക രീതി അനുസരിച്ചും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ബെഞ്ചമിനെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവകുഞ്ഞാടേ, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവകുഞ്ഞാടേ, കണ്ടുപോകും പ്രാപിയെന്നവർ സാധമേൽക്കുവാൻ പോകുന്നു. ഞങ്ങളുടെ പിതാവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൃപാങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് കർത്താവിനെ വെള്ളത്തിൽ സാക്ഷീകരിച്ചുകൊണ്ട് കർത്താവിനെ സ്വീകരിച്ച് ഈ ലോകത്തിൽ സാക്ഷാൽ നിൽപ്പാനുള്ള കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം പ്രത്യാഗം എഗ്നെ കൃപാങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് തന്റെ ഈ പ്രായത്തിൽ തന്നെ കർത്താവിനെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് പരിശുദ്ധാത്മാക്രിയ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഇനി കർത്താവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്യുവാൻ അവനെ ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷണയിൽ കൃപാകൾ സമർപ്പിക്കുന്നു. അനുഗ്രഹ സഹായിക്കുന്നു. സാറേ, ഞങ്ങൾക്ക് ആ ജീവനത്തിന് ആമേൻ. ഞാൻ എഡ്വിനോട് ചോദിക്കുന്നു, സ്വർഗത്തിൽ പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്ന് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി എഡ്വിൻ വിശ്വസിക്കുന്നവർ, യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവർ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ, നിന്റെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും അടിസ്ഥാനത്തിലും യേശു ക്രിസ്തുവിന്റെ കൽപ്പന എന്നുള്ള നിലയിലും അപ്പോസ്തോലിക മാതൃകയനുസരിച്ചും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എഡ്വിനെ ഞാൻ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. അവിടുത്തെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച്
ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കുരിശിൽ തകർത്ത് കളഞ്ഞ് ആ ശരീരം കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അങ്ങയുടെ പുത്രൻ നിന്ന് ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടവനായി അവിടെ നിന്ന് ജീവിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ആരൊക്കെ വിശ്വസിച്ച് രക്ഷിതാവായി സ്വീകരിക്കുന്നുവോ അവർക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നുവെന്ന് അവിടുത്തെ വചനം വ്യക്തമായിട്ട് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ 4 പ്രിയപ്പെട്ടവർക്ക് ആ നിലയിൽ അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ഭാഗ്യം കൊടുത്തതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, പ്രിയ പ്രിസ്കല്ലയ്ക്കായിട്ട് സ്തോത്രം, ആൽബിനായിക്കായിട്ട് സ്തോത്രം, എഡ്വിനായിട്ട് സ്തോത്രം, ബെഞ്ചമിനായിട്ട് സ്തോത്രം. ഈ 4 പേരെയും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ ജീവിക്കുമ്പോൾ ഈ സത്യസുവിശേഷം വിശ്വസിപ്പാൻ കഴിയാതെ ജീവിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട സന്തോഷം അനുഭവിപ്പാൻ കഴിയാതെ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത വലിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. അതുമാത്രമല്ല കർത്താവേ, അതിന്റെ വെളിപ്പെടുത്തലായി സാക്ഷ്യമായി പരസ്യമായി കർത്താവിനെ സാക്ഷിക്കുവാൻ, ജലത്തിൽ മുങ്ങി സ്നാനമേൽക്കുവാൻ നിന്റെ മക്കളെ 4 പേരെയും അവിടുന്ന് സഹായിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശേഷാൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പേരുപേരായിട്ട് അവിടുത്തെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ മകൾക്ക് നല്ല ഭാവി കൊടുക്കണമേ. യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ കൊടുക്കണമേ. വല്ലാത്തൊരു ലോകത്തിലാണല്ലോ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അതിക്രമങ്ങളും പാപങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിലാണല്ലോ. എന്നാൽ അതിന്റെ മേൽ ശക്തി പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ ബലം അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ആൽവിനായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനെ അനുഗ്രഹിക്കണമേ. ഏറെ ദൈവകൃപ നൽകി പകർന്ന് അനുഗ്രഹിക്കപ്പെട്ട മകളായ യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെഞ്ചമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ മകനെയും പ്രത്യേകം സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഏറെ ദൈവകൃപ കൊടുക്കണമേ. വഷളത്വം നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവേ, യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ ആവശ്യമായ എല്ലാ പരിശുദ്ധാത്മശക്തിയും ദൈവകൃപയും നിന്റെ മകനമേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എഡുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ മകനെ പ്രത്യേകം ഓർക്കുകയും സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നല്ല സാക്ഷ്യത്തോടെ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിച്ച് ജീവിപ്പാൻ കൃപ ചെയ്യണമേ. ഈ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം. അവരെല്ലാവരെയും അനുഗ്രഹിക്കുന്ന കുടുംബാംഗങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ചർച്ചനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, സഭയുടെ ചുമതലയിൽ ഇങ്ങനെ ഒരു സ്നാന ശുശ്രൂഷ നടത്തുവാൻ കർത്താവ് ഇടയാക്കിയതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവം കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കണമേ. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാതെ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ രാജാതിരാജാവിന്റെ കൽപ്പന എന്നുള്ള നിലയിൽ അതനുസരിക്കുവാനുള്ള മനസ്സ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ കണ്ടത് മുഖാന്തരം പരിശുദ്ധാത്മാവുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് ചിലർ കൂടെ തീരുമാനമെടുത്ത് മുൻപോട്ട് വരുവാൻ ഇടയാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം നൽകി അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവെ, തുടർന്ന് അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടട്ടെ. ഇന്ന് കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ ആ സഭകളിലേക്ക് മടങ്ങി പോകുന്നു. അനുഗ്രഹീതമായ ആരാധനയും അർപ്പിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് കർത്താവിന്റെ തിരുവത്താഴത്തിൽ സംബന്ധിച്ച് കർത്താവിന്റെ മരണത്തെ പിന്നെയും ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അവിടുന്ന് എടുത്താട്ട്. കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടും കൂടെ, വിശേഷാൽ ഇന്ന് ജനത്തിൽ കർത്താവിനെ സാക്ഷിച്ച മക്കളോടുകൂടെ ലോകമെമ്പാടുമുള്ള സകല ജനത്തോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.